ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റ് എന്ന് വെച്ചാൽ വളരെ വളരെ ടേസ്റ്റ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങൾ ഇത്രയും രുചിയുള്ളൊരു പുഡിങ് കഴിച്ച് കാണില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താലാണ് ഞാൻ പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ചൈന ഗ്രാസ് യൂസ് ചെയ്തിട്ടില്ല, ജലാറ്റിനും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഈസി ആയിട്ടുള്ള അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ പാല് ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ലോങ് ലൈഫ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് മിൽക്കും എടുക്കാം. തേങ്ങാപ്പാലിലൊന്നും ചെയ്യാൻ പറ്റില്ല, പശുവിൻ പാലിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാനെടുത്ത ഈ കപ്പ് 250 ml കപ്പാണ്. അങ്ങനെ 500 ml പാല് ഞാൻ സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടില്ല, തീ കത്തിക്കാതെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർക്കണം. 3 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ കോൺഫ്ലോർ വെച്ചിട്ട് ചെയ്യുക. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വാനില എസൻസും ചേർത്ത് കഴിഞ്ഞാൽ കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും, ഏകദേശമൊക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരല്പം പാല് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പാനിലേക്ക് ചേർത്ത പാലെടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മീഡിയം മധുരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും മധുരം വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കൈ വിടാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. പാലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇത് നല്ല തിക്കായിട്ട് തന്നെ വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടും തിക്കായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചേർത്ത കസ്റ്റാർഡ് പൗഡറിൻ്റെ കുറവാണ്. അതങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും തിക്കായി വരാത്തത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ചുകൂടി കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് തിക്കായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ കണ്ടോ, നമ്മുടെ ആദ്യത്തെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഫ്ലെയിം ഓഫ് ചെയ്താലും നമുക്ക് 2-3 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റേലും മിനിമം ഒന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും നന്നായിരിക്കും. ഇനി നമുക്കത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതില്ലാത്തവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രവും നിങ്ങൾക്ക് എടുക്കാം. സ്റ്റീൽ ബൗളൊക്കെ എടുത്താലും മതിയാകും. അപ്പോൾ നിങ്ങൾ ഏത് ബൗളാണോ എടുക്കുന്നത് അതിൻ്റെ ചുറ്റിലും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പുഡിങ് ഈ ട്രേയിൽ നിന്ന് മാറ്റുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറിയാൽ നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ ലെയർ ഒരു 2 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ അടുത്ത ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുത്ത ലെയർ ചെയ്തെടുക്കാനായിട്ട് പാനിലേക്ക് ഞാൻ അതേ അളവിൽ തന്നെ 2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ ഒരല്പം പാലിലേക്ക് കസ്റ്റാർഡ് പൗഡറിന് പകരം കോൺഫ്ലോർ ആണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. കോൺഫ്ലോർ ചേർത്തിട്ട് അതേ അളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കുറവാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരല്പം കുറവായിട്ട് തോന്നി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത പഞ്ചസാരയുടെ അളവ് ഒരല്പം കുറവായിരുന്നു. അപ്പോൾ ഇതിലൊരല്പം കൂടിയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് ഏകദേശം തിക്കായി വന്നാൽ നമുക്കിതിലേക്ക് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കണം. അതായത് റൂഹഫ്സ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ റൂഹഫ്സൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറിൻ്റെ ഫ്ലേവറും ഒരുമിച്ച് വരുമ്പോൾ ഒരു കിഡിലൻ കോമ്പിനേഷനാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കിത് അറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ റൂഹഫ്സ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറീൻ്റെ സിറപ്പ് ചേർക്കാം, എസൻസ് ചേർക്കാം. പക്ഷേ ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത്
ചേർക്കണം കേട്ടോ, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ റൂഹ് അഫ്സൻ്റെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ റൂഹ് അഫ്സൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് 2-3 മിനിറ്റ് ഇത് പുറത്ത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നല്ല ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോരുമെന്ന് പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം ചൂടൊന്ന് മാറിയിട്ട്, ഒരല്പം മാറിയാൽ മതി, ഒരു 2-3 മിനിറ്റ് അത്രയും മതി. ചൂട് മാറിയിട്ട് നമുക്കിത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ചൂടൊക്കെ മാറിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് റൂം ടെമ്പറേച്ചറിലാകുമ്പോൾ തന്നെ ഇത് ഏകദേശം സെറ്റായി കിട്ടും. അപ്പം അങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ ഡിമോൾഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കരുത്. ഇതിൻ്റെ ഉൾഭാഗമൊന്നും സെറ്റായി കാണില്ല. അപ്പോൾ ഞാനിത് ഓവർനൈറ്റാണ് വെക്കാൻ പോകുന്നത്. പിറ്റേ ദിവസമാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ഓവർനൈറ്റാണ് ഇത് സെറ്റ് ചെയ്യാൻ വെച്ചത്. നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇത് കമഴ്ത്തി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്കിത് വിട്ട് കിട്ടും. നമ്മൾ ഓയിലൊക്കെ പുരട്ടിയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചൈന ഗ്രാസും ഒരു ജലാറ്റിനും ചേർക്കാതെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് പിസ്താസും പിന്നെ അതുപോലെ തന്നെ കുറച്ച് റോസ് സിറപ്പ് കൂടി ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കുന്നുണ്ട്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്